കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരായി കേരളത്തിന്റെ ഹർജി അടിയന്തരമായി കേൾക്കേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. മറ്റു സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നമില്ലെന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതി അറിയിച്ചു. ദേശീയ സാമ്പത്തിക നയം അനുസരിച്ചാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. PR അരവിന്ദ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, കേരളം വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന സമർപ്പിച്ച ഒരു ഹർജിയാണ്. അതിലിപ്പോൾ കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിന്റെ മാത്രം പ്രശ്നമാണ്, മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നതിനൊപ്പം കേന്ദ്രത്തിന്റെ ഒരു നിലപാട് കൂടി വ്യക്തമാക്കുകയാണ്. എങ്ങനെ കാണണം? സെഫിൻ, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ ഉത്തരവുകൾക്കെതിരെയായിരുന്നു കേരളം സുപ്രീം കോടതിയിലെത്തിയത്. കഴിഞ്ഞ തവണ ഒരു സ്യൂട്ട് ഹർജിയും അതുപോലെ തന്നെ ഇതിലൊരു ഇടക്കാല ഉത്തരവുണ്ടാവണമെന്ന അപേക്ഷയും കേരളം മുന്നോട്ട് വച്ചിരുന്നു. ഈ സ്യൂട്ട് ഹർജിയിൽ കഴിഞ്ഞ തവണ തന്നെ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ഒരു നോട്ടീസ് അയക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് കേന്ദ്രം തങ്ങളുടെ നിലപാട് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമായും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ചൂണ്ടിക്കാണിച്ചത് കേരളം പറയുന്നത് പോലെ യാതൊരുവിധ അടിയന്തരമായ സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഈ ആവശ്യം അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാടെടുത്തിരിക്കുകയാണ്. പ്രധാനമായും അറ്റോർണി ജനറൽ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിന് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത്, മറ്റ് സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കോ ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഇല്ലെന്നും അറ്റോർണി ജനറൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ പരാജയം ഇത്തരത്തിൽ മറച്ചു വെക്കുവാനാണ് ഇത്തരം ഹർജികളുമായി സംസ്ഥാന സർക്കാർക്ക് സുപ്രീം കോടതിയിൽ എത്തിയെന്നും AGയുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രധാനമായും കേരളത്തിന്റെ അപേക്ഷ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകണമെന്നാണ്. ഈ അപേക്ഷയിൽ കേന്ദ്ര സർക്കാരിന് ഒരു മറുപടി സമർപ്പിക്കാൻ ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു മറുപടി സമർപ്പിക്കും. ഹർജി ഇപ്പോൾ ഈ അടുത്ത മാസം 16-ലേക്ക് മാറ്റിവെക്കുവാൻ ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രധാനമായും കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചത് ബജറ്റ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യമുണ്ട്, വലിയ രീതിയിലുള്ള പ്രതിസന്ധി സംസ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഇടക്കാല ഉത്തരവ് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിലോട്ട് ഒരു നിലപാടിലേക്ക് സുപ്രീം കോടതി പോയിട്ടില്ല. എന്തായാലും കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലപാടെടുത്തിരിക്കുന്നത്. ഈ ഹർജികൾ ഇനി 16-ാം തീയതി ആയിരിക്കും, അടുത്ത മാസം 16-നായിരിക്കും പരിഗണിക്കുക. ഇനി അടുത്ത മാസം 16-ന് ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും ഈ പ്രശ്നമില്ല, ഒരു അടിയന്തര സാഹചര്യമില്ല എന്നൊരു നിലപാട് കേന്ദ്രം വ്യക്തമാക്കുമ്പോൾ അടുത്ത 16-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന സമയത്ത് ഏതെല്ലാം തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ കേരളം നടത്താനാണ് സാധ്യത? അരവിന്ദ്, സെയ്ഫിന് ഈ കടമെടുപ്പ് പരിധിയിൽ ഒരു ഇടക്കാല ഉത്തരവ് അല്ലെങ്കിൽ കടമെടുക്കാൻ വേണ്ടി ഒരു ഇടക്കാല ഉത്തരവ് നൽകണമെന്നാണ് കേരളം ഒരു പ്രത്യേക അപേക്ഷ നൽകിയിരുന്നത്. എന്തായാലും ഈ അപേക്ഷയിൽ ഒരു മറുപടി സമർപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാഴ്ചക്കകം സുപ്രീം കോടതി ഒരു മറുപടി സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും 16-ാം തീയതി ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുക. അന്ന് ഈ ഹർജിയിൽ കേന്ദ്രത്തിന്റെ മറുപടി ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും സുപ്രീം കോടതി ഒരു നിലപാടെടുക്കുക. എന്തായാലും ഈ സ്യൂട്ട് ഹർജിയുമായി ബന്ധപ്പെട്ടത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതാണെന്ന് കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിച്ചപ്പോൾ തന്നെ ജസ്റ്റിസുമാരടക്കം സമ്മതിച്ചിരുന്നു. എന്തായാലും കേന്ദ്രത്തിന് ഇപ്പോൾ ഒരു താൽക്കാലിക ഇടക്കാല ആശ്വാസം സുപ്രീം കോടതിയിലില്ല. കേന്ദ്ര സർക്കാർ തികച്ചും സംസ്ഥാന സർക്കാരിനെതിരായ ഒരു നിലപാട് തന്നെയാണ് സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ അപേക്ഷയിലും കേന്ദ്രം അത്തരമൊരു നിലപാട് തന്നെ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ പരാജയം മറച്ചുവെക്കുവാനാണ് ഇത്തരം ഹർജികളുമായി എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. ഇതുകൂടാതെ തന്നെ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ ആരോപണങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള പരാജയം നേരിടുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഇത്തരമായി അടിയന്തരമായ ഒരു സാഹചര്യം നിലവിലില്ലെന്നും തന്നെയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ഇന്ന് വ്യക്തമാക്കിയത്. എന്തായാലും ഈ അപേക്ഷയിലും സമാനമായ ഒരു മറുപടി തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. എന്തായാലും ഈ മറുപടികൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും സുപ്രീം കോടതി അടുത്ത മാസം 16-ന് ഈ കേസിൽ ഒരു വാദം കേൾക്കുക. സേഫ്. ശരി, കടമെടുപ്പ് പരിധി കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലാണ് ഇപ്പോൾ കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് PR അരവിന്ദ്.